ഇപ്പോൾ ശരി ഏതായാലും ശരി സക്കീർ, ഒരു നിമിഷം. IC ബാലകൃഷ്ണൻ MLA ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, കേൾക്കാമല്ലോ? ഇതെന്താണ്, ഭൂകമ്പമാണോ അതോ ഈ കൂണിടിയാണ് എന്ന് സംശയിച്ചു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നല്ല ഉഗ്ര ശബ്ദമായിരുന്നു. ഒന്നും പറയാൻ കഴിയില്ല. അമ്പലവയല് എടക്കൽ ഭാഗത്തും അതുപോലെ തന്നെ അമ്പകുത്തി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം, മാങ്കൊമ്പ്, പാടിവർമ്മി മേഖലകളിൽ നിന്നും അമ്പലവയൽ ടൗൺ RARS അങ്ങനെ തുടങ്ങി മേപ്പാടി, പിന്നെ പൊഴുതണ, മറ്റ് പിന്നെ ആ മേഖലകളിലേക്കാണ് സൗണ്ടുകൾ. അവിടുന്ന് അമ്പലവയൽ തുടങ്ങിയിട്ട് ആ സൗണ്ട് ഏതാണ്ട് കൽപ്പറ്റ നിയോജകമണ്ഡലം വെങ്ങപ്പള്ളി, പൊഴുതണ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഭൂചലനമാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇതിന്റെ മുൻപ് സൗണ്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശ്രീ IC ബാലകൃഷ്ണൻ, നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഒരു ഭൂചലനത്തിന്റെ സ്വഭാവത്തിലായിരുന്നില്ല, ഉഗ്ര സ്ഫോടന ശബ്ദമായിരുന്നു. അപ്പോൾ ഇയർ ബാലൻസ് പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ശബ്ദം. സ്വാഭാവികമായിട്ടും ഭൂചലനത്തിൽ ആണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടല്ലേ റവന്യൂ ഉദ്യോഗസ്ഥർ? കാണുന്നുണ്ടല്ലോ, പിന്നെ കാണുന്നുണ്ടല്ലോ. കാരണം അത് ആളുകളെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പൊ ഏകദേശം എത്ര കുടുംബങ്ങൾ ഉണ്ടാവും ഈ മേഖലയിൽ? അത് പറയാൻ പറ്റില്ല. കുടുംബങ്ങൾ എല്ലാ മേഖലകളിലുണ്ടല്ലോ. അവരെല്ലാവരും മാറ്റുകയാണ്. പിന്നെ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറ്റും. അവരെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി നമ്മൾ നോക്കണ്ടേ? തീർച്ചയായിട്ടും. ആളുകൾ എണ്ണമല്ലല്ലോ, എണ്ണം എടുക്കാൻ വേണ്ടി അവിടെ വില്ലേജ് ഓഫീസർമാരും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കഴിഞ്ഞു. ഇതൊരു സ്ഥലത്ത് മാത്രമല്ലല്ലോ. അമ്പലവയൽ എന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു 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 വലിയ പ്രദേശമാണ്, 2 പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ പൊഴുതണ, വെങ്ങപ്പള്ളി, മേപ്പാടി ഈ മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജില്ലൊട്ടാകെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഭൂചലനമാണെങ്കിൽ അതിപ്പോൾ റിക്ടർ സ്കെയിലൊക്കെ ഇപ്പോൾ അത് എത്രയാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഉഗ്ര സ്ഫോടന ശബ്ദമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളുകൾക്ക് അവധിയടക്കം കൊടുത്തിരിക്കുന്നു തന്നെയാണ് പറയുന്നത്. ഇതിന്റെ മുൻപ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഗൗരവമായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അതെ. ഇപ്പോൾ ഈ മുണ്ടക്കയുടെ പശ്ചാത്തലത്തിൽ ആളുകൾക്ക് കൂടുതൽ ആശങ്കയുണ്ട്. ആശങ്ക ഉണ്ടാവുമല്ലോ. മുണ്ടക്കയും ആശങ്കയിൽ നിൽക്കുകയാണല്ലോ. വലിയ ദുഃഖത്തിന്റെ ഒരു ഭയാനകമായ സംഭവമാണല്ലോ അവിടെ ഉണ്ടായത്. അതുകൊണ്ട് ഇത് മുൻകരുതൽ എന്ന നിലയ്ക്ക് നേരത്തെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും ആളുകൾ മാറ്റുന്നതിന്. ശരി, വളരെ നന്ദി ശ്രീ IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു.